ഇതല്ലേ വീട്? അതെ. മഹേന്ദ്രൻ പറഞ്ഞ സമയമായി. അവരിപ്പോ വരും. ഇവിടെ എത്തുമ്പോൾ ബാഗ് പിടിച്ച് വാങ്ങിച്ചോണം. ഈ പരിസരത്തൊന്നും ആരുമില്ല. ഭാഗ്യം. ആ, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ കാര്യം നടത്തണമെന്ന് മഹേന്ദ്രൻ പറഞ്ഞത്. അയാളാണ് ചന്ദ്രസേനൻ. അച്ഛാ, മോളെ, അവർക്കാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് തോന്നുന്നു. ആ, വാ. ഇനി താമസിച്ചാൽ അത് മതി അമ്പയ്ക്ക് പരാതി പറയാൻ. വാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒക്കെ ഞാൻ ഏറ്റു. നീ വണ്ടി സ്റ്റാർട്ടാക്കി വെക്കി. ഇതിലങ്ങ് പോവാച്ചാ. മോള് കയറിക്കോ. ഹലോ മഹേന്ദ്ര, ആദ്യത്തെ ചുവട് തന്നെ പിഴച്ചു അല്ലേ? പഞ്ചരത്നത്തിന്റെ മുമ്പിൽ വെച്ച് കാര്യം നടക്കണമെന്നായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട. തൽക്കാലം അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ എത്ര നേരം നമ്മുടെ ആൾക്കാർ വെട്ടിക്കോ അവര്? ആ സ്വർണം 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കും. റോഡിലും കോഫി ഹൗസിലും ഒക്കെ നല്ല തിരക്കായിരിക്കും. അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താ ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ടാ പഞ്ചരത്നത്തിൽ വെച്ച് തന്നെ കാര്യം നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും ചേച്ചി. അളിയന്റെയും അമൃതയുടെയും തൊട്ടു പിന്നാലെ നമ്മുടെ ആൾക്കാരുണ്ട്. നമ്മുടെ പല പദ്ധതികളും പാളിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. സ്വർണം നമ്മുടെ കയ്യിൽ എത്തും വരെ ഈ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇതുവരെ എല്ലാം ഓക്കെ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. SN ജംഗ്ഷനിലെ കോഫി ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പേ സ്വർണം അടങ്ങിയ ബാഗ് നമ്മുടെ ആൾക്കാർ കൈക്കലാക്കിയിരിക്കും. അല്ല, വിശ്വസിക്കാവുന്നവരാണോ നിന്റെ ഗുണ്ടകള്? സ്വർണവും കൊണ്ട് കടന്നു കളയോ? ഒരിക്കലും ഇല്ല ചേച്ചി. 100% എനിക്ക് വിശ്വാസമുള്ള പിള്ളേരാ. എനിക്ക് വേണ്ടി അവർ ജീവൻ കളയും. കഷ്ടം. എന്ത് പറഞ്ഞാലും അവിടെയൊക്കെ ചെവിയും കുറിപ്പിച്ച് നിന്നോളും. എന്റെ മേഡം വന്നു നിന്നോന്നല്ല, കേട്ടപ്പോ അങ്ങ് നിന്നു പോയതാ. അത് തന്നെ ഞങ്ങളും പറഞ്ഞത്. കൂടുതലൊന്നും പറയണ്ട. കിട്ടാൻ പോകുന്നത് 60 പവനാ. ഇപ്പോഴത്തെ മാർക്കറ്റ് വില വെച്ച് 10-35 ലക്ഷം രൂപ കിട്ടും. എനിക്കതിൽ നിന്നൊരു 5 പവൻ വേണം. അല്ലെങ്കിൽ അതിന് തക്ക കാശ്. വേറൊന്നും കൊണ്ടല്ല മേഡം, സിസിലി ഒരു പാവാ. ചില സമയത്ത് മനസ്സിലുള്ളത് അറിയാതെ പുറത്തു പറഞ്ഞു പോവും. അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ അത് മേഡത്തിന് ബുദ്ധിമുട്ടാകില്ലേ? ഒരുപാടൊന്നും ചോദിച്ചില്ലല്ലോ മേഡം. ഒരു 5 പവൻ. 60 പവൻ കിട്ടുമ്പോ 5 പവനൊക്കെ നിസ്സാരമല്ലേ? തന്നില്ലെങ്കിലോ? മഹേന്ദ്രൻ കുഞ്ഞെ, സിസിലി കള്ളിയാ, നല്ല പഠിച്ച കള്ളി. നമ്മള് തമ്മിൽ ഒരു മത്സരം വേണോ? മേഡം 5 പവൻ. ആ, തരാം. അതും മടിയിൽ വെച്ചോണ്ട് സകല രേഖകളും തിരിച്ചു തന്നിട്ട് ഇറങ്ങി പോവോ ഇവിടുന്ന്? എന്താ സംശയം? ആദ്യം സ്വർണം കിട്ടട്ടെ,
ദേ ഒക്കെ അണിഞ്ഞോണ്ട് ഒരു വിലസും ഞാൻ. ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹ. ആ ആഗ്രഹം സാധിച്ച അന്ന് ഞാൻ സ്ഥലം വിടും. ആ. ചേച്ചി 5 പവനാർക്ക് കൊടുക്കാനാണോ പ്ലാൻ? മഹേന്ദ്ര, നിനക്ക് നിന്റെ ചേച്ചി ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? കാര്യം കാണാൻ വേണ്ടി എന്ത് വാക്കും പറയും ഞാൻ. കാര്യം നടന്നു കഴിഞ്ഞാ പിന്നെ പറയണോ ഞാൻ? വേണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.